വാപ്പ എന്ന് പറഞ്ഞൊരു സ്വപ്നം അല്ലെങ്കിൽ വാപ്പ എന്ന് പറഞ്ഞ സങ്കല്പം ഭയങ്കര അല്ലെ? എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ ഒരു വാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ നിയന്ത്രണമൊക്കെ തെറ്റും. നമുക്ക് അത്രയും നമ്മുടെ പാരന്റ്സിന് ജീവനാണെങ്കിൽ മറ്റുള്ളവരുടെ പാരന്റ്സിനെ വിളിക്കുന്നത് ശരിയായ നിലപാടാണ്. അല്ലല്ല, എന്നെ വിളിച്ചത് കൊണ്ടാണ് തിരിച്ചു വിളിച്ചത്. അങ്ങനെ ഒരുവിധം കൊലപാതകങ്ങളൊക്കെ എന്റെ അറിവിൽ അങ്ങനെ നടന്നിട്ടുള്ളത്. നമ്മൾ ഒരാളെ കൊല്ലണം എന്ന് വെച്ചിട്ട് ഒരിക്കലും അങ്ങോട്ട് പോവില്ല. പക്ഷെ നമ്മൾ സാഹചര്യം കൊണ്ട് അതായി പോവാ. രണ്ടാമത്തെ ഒരു ദിവസം ഇതേപോലെ അവന്റെ കൂടെയുള്ള റാംബോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവനാ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം എങ്ങനെ വെച്ചാല്, നിന്റെ വാപ്പാന്റെ വാപ്പ വരെ വന്നാലും ഞാൻ ഈ ഡോറ് തുറന്നു വെച്ച് കാണും, നിനക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള രൂപത്തിൽ. വീണ്ടും അതൊരു വെല്ലുവിളിയായി പോയി. അപ്പൊ നമ്മള് വാപ്പാരെ വിളിക്കുമ്പോ ഭയങ്കര ഫീൽ ആവും. ഇനിയിപ്പോ റാംബോ ആണെങ്കിലും ഇവരാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഫീൽ ആവും. അതുകൊണ്ടാണ് അങ്ങനെ അവന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം. ഞാൻ അന്ന് പോകുമ്പോ തന്നെ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സങ്കല്പം എന്റെ മനസ്സിൽ ഇടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സോ ഞാൻ ചെക്ക് ചെയ്തിട്ട് തൊപ്പി അങ്ങനെ മലപ്പുറക്കാരെ കാക്കന്മാര് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാവാ. ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ തെറി പറഞ്ഞതിന് എല്ലാവരോടും ഞാൻ സോറി കേൾക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എന്റെ വാപ്പാക്ക് വിളിച്ചു ഞാൻ എന്തായാലും ഞാൻ വിട്ടു. പറഞ്ഞ എങ്ങനെ ആയിക്കോട്ടെ, എന്ത് വന്നാലും പ്രശ്നം. പക്ഷെ എന്റെ വാപ്പാനെ പറഞ്ഞതില് എനിക്കിപ്പോഴും ആ സങ്കടം ഇൻഷാ അല്ലാഹ് ഞാൻ തീർക്കും. വെൽക്കം ബാക്ക് ടു ഫെയിം സ്റ്റെപ്സ്. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇപ്പൊ ഈ സമീപകാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം MRZ തൊപ്പിയുടെ ഫൈറ്റ്. ആ ഒരു ഫൈറ്റ് വരുന്നത് ആരുമായിട്ടാണ്? യെസ്, നമ്മുടെ ഷാജഹാൻക ആയിട്ടാണ്. സോ നമ്മുടെ ഷാജഹാൻകയാണ് കൂടെയുള്ളത്. ഹായ് ഷാജഹാൻക. ഓക്കെ, അപ്പൊ ഷാജഹാൻക ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമാണ്. ഈ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ പോത്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ വണ്ടിയാണോ പോത്തിനെ പോലെ അതോ ഷാജഹാൻകയാണോ പോത്തിനെ പോലെ? കാരണം പോത്തിന്റെ ചെവിയിൽ വേദോതിയുടെ കാര്യമില്ലെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സംഭവം എന്ന് വെച്ചാല് നമ്മളൊരു കേരള ട്രിപ്പ് തുടങ്ങിയിരുന്നു. നമ്മള് കേരളത്തെ എല്ലാ അനാഥാലയങ്ങളും പോവുക, അതുപോലെ തന്നെ നമ്മളെ ഫോളോവേഴ്സിന് എന്തെങ്കിലും കുറച്ച് ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ കുറച്ച് ചലഞ്ചുകളൊക്കെ ആയിട്ട് നമ്മളെ മലയാളി മീഡിയന്റെ പേജിലുള്ള അൻസൽ, അതുപോലെ തന്നെ സ്പൾബർ എന്ന് പറഞ്ഞ 3 വ്യക്തികൾ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഇപ്പൊ ഞങ്ങളിപ്പോ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പൊ ആ ട്രിപ്പൊക്കെ മുടങ്ങി നിൽക്കുകയാണ് സത്യം പറഞ്ഞാലേ. അപ്പോ അതിനുശേഷം ഈ സ്പൾബറിന് ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു. ആ ഒരു ഫോർച്യൂണർ ജസ്റ്റ് ആന എന്ന് പേരിട്ടപ്പോ നമുക്ക് ഇതും അങ്ങനെ പോത്ത് എന്ന് പേരിടാം. അങ്ങനെ നമ്മൾ 2 വണ്ടി പോകുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചോളും. അങ്ങനെ നമുക്ക് 2 വണ്ടികള് പോയിട്ട് ഓൾ കേരള നമുക്ക് മൊത്തം കറങ്ങി വരാന്നുള്ള പ്ലാനിലാണ് ഈ ഒരു പോത്ത് എന്നുള്ളൊരു പേര് നമ്മളവിടെ ഇടുന്നത്. അപ്പം ശരിക്കും സ്വഭാവം പോത്തിനെ പോലെയാണോ? എന്താ അത് ഓരോ മനുഷ്യന്മാരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓരോ പ്രഷറുകളാണ്. നമ്മളൊരു മനുഷ്യനെ നമ്മള് കൊല്ലാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്ന പ്രഷറാണല്ലോ. ഞാൻ അങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ പ്രഷറായിട്ട് സംസാരിക്കുക ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി. അല്ലാതെ ഇതിന്റെ മുന്നേ നമ്മള് തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും മോശപ്പെടുത്തിയിട്ട് വീഡിയോസ് ഒന്നും ഒരിക്കലും എന്റെ നിങ്ങൾ കാണാൻ വഴിയില്ല. അതോരോ മനുഷ്യന്മാരുടെ സാഹചര്യം. ഒന്നാമത്തെ ഇതിലുള്ളൊരു നമുക്ക് പ്രഷറാവുള്ളൊരു കാരണം തന്നെ നമുക്ക് എന്റെ വാപ്പ മരിച്ചിട്ട് ഏകദേശം 6 വർഷമായി. നമ്മളെ വാപ്പ അത്രയും സുന്ദരമായിട്ടാണ് നമ്മളൊക്കെ നോക്കിയിട്ടുള്ളത്. മൂപ്പര് ഒരുപാട് സമ്പാദ്യം കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കണേ. അപ്പൊ അത്രയും ഒരു നല്ലൊരു സ്വപ്നം മാത്രമേ, നല്ലൊരു ഇത് മാത്രം മൂപ്പര് തന്നു പോയൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വാപ്പാനെ കുറിച്ചിട്ട് നമുക്ക് പറയാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വിഷമമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ തൊപ്പിയുടെ ലൈവ് ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഉപ്പയെ എല്ലാം കാണിച്ചത് തന്തയില്ലായ്മത്തരമാണെന്നാണ് പറഞ്ഞത്. സോ അത് ഉപ്പയെ വിളിച്ച ഒരു ഇതായില്ല. കാരണം ഞാനിവിടെ സപ്പോർട്ട് ചെയ്യല്ല, ആരെയും സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ ഈ ഒരു സംഭവത്തിന് ശേഷം ഷാജഹാൻകയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത്. അതിലൂടെയാണ് ഷാജഹാൻക കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിനു മുമ്പ് ഞാൻ ഷാജഹാൻകയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സോ ഇതിൽ പറയുന്ന ഷാജഹാൻക ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം തൊപ്പി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഓൺലൈൻ ത്രൂ അത് ചെയ്തത്? എന്തുകൊണ്ടാണ് പേഴ്സണലി തൊപ്പിയെ വിളിച്ചിട്ട് ഇതിനെതിരെ താക്കീത് കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? അപ്പൊ ഫേമസ് ആവാൻ വേണ്ടിട്ടല്ല ചെയ്തത്. ഫേമസ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 മില്യൺ ഫോളോവേഴ്സ് എനിക്കുണ്ട്. അത്യാവശ്യം പ്രൊമോഷൻ ഉണ്ട് എനിക്ക്. ഒരുപാട് പ്രൊമോഷനുകൾ ഞാൻ വേണ്ടാന്ന് വെക്കണം. അത്യാവശ്യം പ്രൊമോഷൻ ഉണ്ട് എനിക്ക്. അത്യാവശ്യം ഞാൻ ഫെയിമാണ്. പിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം 1 മില്യൺ ഫോളോവേഴ്സ് എനിക്ക് ഏകദേശം ഒരു വർഷത്തിനുള്ളിലാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ വരും. ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അത്ര ആയിട്ടുള്ളൂ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം
ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ വരാറ് അങ്ങനെ ഉപയോഗിക്കലൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഇതിലോട്ട് വന്നിട്ട് കുറഞ്ഞ കാലം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഗീവകളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഓൾ കേരള ട്രിപ്പില് നമ്മൾ ഒരുപാട് ഗിഫ്റ്റുകൾ, ക്യാഷ്, ഒരുപാട് അനാഥാലയങ്ങൾ സന്ദർശിക്കുക, അങ്ങനത്തെ ഒരു പ്ലാനിലും കൂടെ നമ്മൾ ഇറങ്ങിയ ട്രിപ്പ് ആയിരുന്നു അത്. ഓക്കെ, മനസ്സിലായി. അപ്പം ഈ ഒരു പ്രശ്നത്തിന്റെ തുടക്കം ഇങ്ങനെ ഷാജഹാൻക ചെയ്തത് ഇന്ന പ്രവൃത്തിയാണെന്ന് തൊപ്പി പറയാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്. വീഡിയോ ഷാജഹാൻക്കാണ് ക്രിയേറ്റ് ചെയ്തത്? അല്ലല്ല, ഞാൻ നമ്മള് ഇതിന് കുറച്ച് സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് ടൈം ഞാന് ഈ ഒരു തൊപ്പിനെ കുറിച്ചൊരു ടോക്കടെ വരാനുള്ള കാരണം തന്നെ നമ്മള് ഒരു ലൈവില് പറയുന്നുണ്ട്. തൊപ്പി മെഹറിനെ ജസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തന്നെ എനിക്ക് മനസ്സിൽ എനിക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് അതിന് ശേഷം നമ്മളെ കൊച്ചിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ആ ഒരു സമയത്താണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഈ തൊപ്പി, നിന്റെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പവൻ സ്വർണം എന്റെ വക തരൂട്ടോ. അത് സത്യം പറഞ്ഞാൽ ഈ അവിടെയുള്ള ചാനലുകാർ എടുത്തിട്ട് നേരെ വീഡിയോസ് ഇട്ടു. അതിനെതിരെയാണ് തൊപ്പി പ്രതികരിച്ചത്. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാനൊരു പെൺകുട്ടിയാണ്, പേഴ്സണലി എനിക്ക് മെഹറിനെ അറിയുകയും ചെയ്യാം. അപ്പം ഇതിനു മുമ്പും മെഹർ ഇന്റർവ്യൂ ചെയ്തവരുടെ കൂടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരുമായിട്ട് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ തൊപ്പിയുടെ കൂടെ മാത്രമല്ല, തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ആളുകളുമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ തൊപ്പിയെ മാത്രം ഫോക്കസ് ചെയ്ത് കല്യാണത്തിന് നിങ്ങൾ കല്യാണം കഴിക്കാൻ ഒരു പവൻ തരാന്ന് പറയുമ്പോൾ അവിടെ ഇല്ലാതാവുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ. അപ്പൊ എല്ലാവരും ഇത് തൊപ്പിയുടെ പെണ്ണാന്നുള്ള രീതിയിൽ ഓൾറെഡി നമുക്കറിയാം, തൊപ്പിയുടെ പാൻസ് ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതാക്കി സ്വീകരിക്കും. പിന്നെ പലയിടത്തും ഇങ്ങനെ പറയും ചെറിയ പിള്ളേരാണ്. സോ അങ്ങനെ ഒരു ഇത് വരുമ്പം മെഹർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം ഇല്ലാതാവുന്ന രീതിയിലോട്ട് പോയിട്ടില്ലേ ഷാജഹാൻക? അയ്യോ, ഇതൊക്കെ നമ്മളെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു ടോക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഞാനും നിങ്ങൾ നല്ല ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞത് നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു പറയുക, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിപ്പോ ഭയങ്കര സംഭവം അല്ലെങ്കിൽ എന്റെ ഒരു ഇൻസ്റ്റാ പേജിൽ ഞാൻ അതൊരു വീഡിയോസ് ആക്കിയിട്ട് ഇടാനോ അതിനൊന്നല്ല ഞാൻ നിന്നു. ജസ്റ്റ് അവിടെ കണ്ടപ്പോ ജസ്റ്റ് തമാശ രൂപത്തിൽ ചോദിച്ചതാണ്. മനുഷ്യന്മാര് ഫ്രണ്ട്ഷിപ്പായിട്ട് കാണുമ്പോൾ എന്തെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അവരെ നമ്മൾ കളിയാക്കും, അവരിങ്ങോട്ട് കളിയാക്കും. ആ ഒരു രൂപത്തിൽ ഒരു ഫണ്ണായിട്ട് അത് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇഷ്യൂ ആയതിനു ശേഷം ഞാൻ മെഹറിനെ വിളിച്ചിട്ടുണ്ട്. മെഹർ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു സോറി ചോദിക്കാട്ടോ. നമ്മളിതൊരു ഫണ്ണായിട്ട് എടുത്തതാണ്. എനിക്കിത് എന്തെങ്കിലും ഒരു ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ സോറി തന്നെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അവൾ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ, പ്രശ്നമില്ല എന്നുള്ള രൂപത്തിലാണ് എന്നോട് സംസാരിച്ചത്. ഓക്കെ, ഇപ്പം ആൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും പ്രോബ്ലം ഇല്ല. പക്ഷേ ഒബ്വിയസ്ലി ഇങ്ങനെ വരുമ്പോ എല്ലാരും അത് വേറെ രീതിയാണ്. ഞാൻ കണ്ടിരുന്നു. അല്ല, ഞാൻ ഫസ്റ്റ് ടൈമേ ഞാൻ അവളോട് പറയാൻ കാരണം വെച്ചാൽ അവളൊരു ഒരു ലേഡി ആണെന്ന് നമുക്ക് അറിയാം. ആ ഒരു ലേഡി ആവുമ്പോ ഇനി അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. അതുപോലെ തന്നെ സൂപ്പർ ബാവനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂപ്പർ ബാവനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സൂപ്പർ ബാവ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഉണ്ടെങ്കിൽ പറയാം, ഞാൻ അതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്തോളൂ എന്നുള്ള രൂപത്തിലാണ് എന്നോട് സത്യമായിട്ടോ. അങ്ങനെ അത്രയും ഡീസെന്റ് ആയിട്ടാണ് എന്നോട് പെരുമാറിയത്. ഞാനൊരു ഫണ്ണായിട്ട് എടുത്തോ, ഒരു എന്റർടൈൻമെന്റ് ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ. അതൊന്നും വിഷയമുള്ള കേസല്ല. അങ്ങനെ പാരൊക്കെ എന്തൊക്കെ വരുന്നു, സോഷ്യൽ മീഡിയ അത് ഒരു ഫണ്ണായിട്ട് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള രൂപത്തിലാണ് സൂപ്പർവാ വരെ എന്നോട് പ്രതികരിച്ചത്. ഓക്കെ, അപ്പം ഈ തെറി പറഞ്ഞത് നിങ്ങൾ ഫണ്ണായിട്ട് എടുത്തതാണ്. കാരണം വേറെ ഒന്നല്ല, ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഈ ഒരു ഷാജഹാൻക വെല്ലുവിളിക്കുന്നത്. അതെ, ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് വാപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സിലൊരു വാല്യൂ ഉണ്ട്. എനിക്കൊരു വാല്യൂ ഉണ്ട്. മൂപ്പർക്ക് വേണ്ടിയിട്ട് ഞാൻ മരിക്കാൻ വരെ ഞാൻ റെഡിയാ. പക്ഷെ നമ്മള് വളർന്ന കാലം, അല്ലെങ്കിൽ നമ്മൾ വളർന്ന നമുക്ക് തന്ന സുഖങ്ങള്, നമുക്ക് തന്ന സംരക്ഷണങ്ങള്, നമുക്ക് ഒരുപാട് സംരക്ഷിച്ചിട്ടേക്കാരം ഒരു മകന് വളർന്നു വരിക. അതിൽ ആ ഒരു വളർച്ചയില് വാപ്പ എന്ന് പറഞ്ഞൊരു സ്വപ്നം, അല്ലെങ്കിൽ വാപ്പ എന്ന് പറഞ്ഞ സങ്കല്പം ഭയങ്കരകാരം അല്ലെ, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ ഒരു വാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ നിയന്ത്രണമൊക്കെ തെറ്റും. ഓക്കെ, ഇപ്പം ആ ഒരു നിയന്ത്രണമൊക്കെ തെറ്റിന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അത്രയും നമ്മുടെ പാരന്റ്സിന്റെ ജീവനാണെങ്കിൽ മറ്റുള്ളവരുടെ പാരന്റ്സിനെ വിളിക്കുന്നത് ശരിയായ നിലപാടാണ്? അല്ലല്ല, എന്നെ വിളിച്ചത് കൊണ്ടാണ് തിരിച്ചു വിളിച്ചത്. നമ്മള് ഒരു ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ മിണ്ടാണ് നിൽക്കൂല എന്നല്ല, പക്ഷെ അതിന്റെ ഒരു പ്രഷർ കൊണ്ട് ആയിപ്പോയതാണ്. അത് ഞാൻ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളെല്ലാരും മനുഷ്യന്മാര്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ നമ്മൾ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിചാരിച്ചിട്ടല്ല ഒരാളെടുത്ത് നമ്മൾ പോവാ. പക്ഷെ അവന്റെ പ്രഷറും അവന്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയി പോവാണ്.
അല്ലെ? അങ്ങനെ ഒരുവിധം കൊലപാതകങ്ങളൊക്കെ എന്റെ അറിവിൽ അങ്ങനെ നടന്നിട്ടുള്ളത്. നമ്മൾ ഒരാളെ കൊല്ലണം എന്ന് വെച്ചിട്ട് ഒരിക്കലും അങ്ങോട്ട് പോകില്ല, പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് അതായി പോവാണ്. ഓക്കെ, ഇപ്പം നിങ്ങള് അതായത് തൊപ്പി ഇങ്ങനെ പറഞ്ഞു, ഷാജാൻക അതിന് ഉത്തരം കൊടുത്തു. അതിനുശേഷം തൊപ്പി ലൈവില് വന്ന് പറയുന്നത് തെറി വിളിക്കരുത്, നിങ്ങൾ ആരും പുള്ളീന്റെ അക്കൗണ്ട് റിപ്പോർട്ട് അടിക്കരുത് തൊപ്പി പറഞ്ഞ, തൊപ്പി വലിയ തെറി ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല ലൈവില്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ദിവസം ഇതേപോലെ അവന്റെ കൂടെയുള്ള റാംബോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവനാ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം. എങ്ങനെ വെച്ചാല് നിന്റെ വാപ്പാന്റെ വാപ്പ വരെ വന്നാലും ഞാൻ ഈ ഡോറ് തുറന്നു വെച്ച് കാണും, നിനക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള രൂപത്തിൽ. ഓക്കെ, അപ്പൊ റാംബോ വീണ്ടും അതൊരു വെല്ലുവിളിയായി പോയി. ഓക്കെ, അപ്പൊ റാംബോ ആയിട്ടല്ല ഇത് വേണ്ട. ഞാൻ നോക്കുമ്പോൾ ഷാജാൻക്ക് കുറെ ആളുകളെ കൂട്ടി, ഓൺലൈൻ മീഡിയക്കാരെല്ലാം കൂട്ടിയിട്ട് അവിടെ വീടിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. അപ്പം തൊപ്പി എന്ന് പറയുന്നത്, അതായത് ഷാജാൻഖാന്റെ ഫാമിലി സേഫ് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. തൊപ്പിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ നിൽക്കുന്ന ചെറിയ പയ്യന്മാരാണ് എല്ലാരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 4-5 പയ്യന്മാരും തൊപ്പി ഉള്ളിടത്ത് ഇത്രയും പിന്നെ കണ്ണും തടിയുള്ള ആൾക്കാരെ കൊണ്ട് ഓൺലൈൻ മീഡിയ ആയിട്ട് പോയത് അതൊരു റീച്ച് കിട്ടാൻ തന്നെ വേണ്ടിട്ടല്ലേ? എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയ എന്നെ സമീപിക്കുന്നത്? ഒറ്റയ്ക്ക് പോയാൽ പോരായിരുന്നോ? ഇതെല്ലാരും ഇപ്പൊ ധോനും പറയണ തന്നെ, ഞാൻ എല്ലാവർക്കും ഇതുകൊണ്ട് അത് മതി, ഞാൻ റീച്ച് ഓരിച്ചെടുക്കുന്ന ആളാണ്. എന്ത് റീച്ച്? നമ്മളെ വാപ്പാരൊക്കെ പറഞ്ഞു എന്ത് സോഷ്യൽ മീഡിയ, എന്ത് റീച്ച്? അല്ലിപ്പോ ഇന്നിപ്പോ മൊത്തത്തിൽ ചർച്ച എന്റെ ഫോളോവേഴ്സ് കുറയാന്നാണ്. ഈ ഫോളോവേഴ്സ് ഒന്നും ഒരു വിഷയമല്ല. മനുഷ്യന്മാരെ ഈ ഒരു ഇതിൽ വന്നിട്ട് ഒരു സ്വന്തം വാപ്പാനെ വിളിച്ചിട്ട് കുറെ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് എന്താ കാര്യം? അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഫോളോവേഴ്സ്, റീച്ച് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് എന്റെ ജീവിതം എന്നല്ല. ഞാൻ ഒരുപാട് ബിസിനസ് ഉള്ള ഒരാളാണ്. ഞാൻ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് കഞ്ഞി കുടിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ അല്ല. പിന്നെന്ന് പറഞ്ഞാൽ എന്റെ പുറകെ എന്റെ ക്യാമറമാന്, അതുപോലെ തന്നെ നമ്മൾ എഡിറ്റേഴ്സ്, അവരൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ നമ്മൾ ചെയ്യും. കുറഞ്ഞ കാലം കൊണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയൊരു വ്യക്തിയാണ്. അപ്പൊ നമ്മള് വാപ്പാരെ വിളിക്കുമ്പോൾ ഭയങ്കര ഫീൽ ആവും. ഇനിയിപ്പോ റാംബോ ആണെങ്കിലും ഇവരാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഫീൽ ആവും. അതുകൊണ്ടാണ് അങ്ങനെ അവന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം. ഞാൻ അന്ന് പോകുമ്പോ തന്നെ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സങ്കല്പം എന്റെ മനസ്സിൽ എടുത്തിട്ടാണ് ഞാൻ പോണത്. സത്യം പറഞ്ഞാൽ അതാണ്. ഓക്കെ, എന്നാലും ഷാജാൻക വെല്ലുവിളിച്ചു. ഓക്കെ, ആ വിളിച്ച് തന്തയെ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവർ വിളിക്കാന്നൊന്നും പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. അതിപ്പോ ഷാജാൻക വിളിച്ചാലും തെറ്റ്, അത് തൊപ്പി വിളിച്ചാലും തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതിനെന്തിനാണ് ഈ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ടൊക്കെ പോയതെന്നാ ഞാൻ ചോദിക്കുന്നത്. ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എത്തും. നമ്മള് വിളിച്ച് വരുത്തുന്നില്ല. എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയുന്നേ, നമ്മളാരെയും വിളിച്ചു വരുത്തിയിട്ടല്ല, അവർക്ക് ന്യൂസ് കിട്ടിയിട്ട് തന്നെ അവരെത്തും. അപ്പൊ ഈ കുഞ്ഞമ്പാണ്ടിക്കാടൊക്കെ എവിടുന്നാണ് വന്നത്? കുഞ്ഞാമ്പാടിക്കാട് എന്താന്ന് വെച്ചാല് ഓലെന്തോ ആ ഒരു ലൈവിൽ തന്നെ അവൻ പറയുന്നുണ്ട് കുഞ്ഞാമ്പാണ്ടിക്കാടെന്ന് എന്തൊരു നെയിം. കുഞ്ഞാമ്പാണ്ടിക്കാട് ഇതിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഒക്കെ ജസ്റ്റ് എല്ലാവരും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഞാനായാലും കുഞ്ഞാമ്പാണ്ടിക്കാട് അൻഷിഫ് ആണെങ്കിലും എല്ലാവരും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന തമ്മിലൊരു കമ്പനി. അല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മൂപ്പർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് അതും കൂടെ എന്നെ ഇതാക്കണത്, എന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് വിഷയമുള്ള കേസല്ല. എന്ന് വെച്ചാല് എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഞാൻ ഇത്രയും ആളുകളുടെ അടിയിൽ ഞാൻ ഇങ്ങനെ തെറി പറയാൻ പാടില്ലായിരുന്നു. അതെനിക്ക് എന്റെ ഇത് വന്നൊരു മിസ്റ്റേക്ക് ആണ്, ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത്രയും ആളുകളുടെ ഇടയിൽ ഞാൻ ഇത്രയും പ്ലാറ്റ്ഫോമിൽ ഇത്രയും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഏകദേശം 1M ഫോളോവേഴ്സ് ആക്കിയ ഒരു അക്കൗണ്ടിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് തെറിയും കാര്യങ്ങളും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് ഞാൻ അവരോട് ഫസ്റ്റ് ടൈം ഞാൻ സോറി ചോദിക്കുകയാണ്. ഓക്കെ, ഇപ്പം വേറെ വിഷയം, അതായത് ഈ ഒരു വിഷയം നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ വന്ന വിഷയമാണ് മലപ്പുറക്കാരെ എല്ലാം തൊപ്പി വെല്ലുവിളിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഷാജാൻ മലപ്പുറക്കാരെല്ലാം വെല്ലുവിളിച്ചു എന്നല്ല, അവരെ ഒരു ലൈവില് പറഞ്ഞ മലപ്പുറം കാക്കമാര് എന്നുള്ള രൂപത്തിലാണ്. ആ ഒരു മലപ്പുറം വേർഡ് മാത്രം ഞാൻ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മലപ്പുറക്കാരെ മൊത്തം ഒരിക്കലും എങ്ങനെ പറയാ, ഇന്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ മലപ്പുറക്കാരെ എല്ലാരും ഞാൻ ഉൾപ്പെടുത്തി ഒരിക്കലും പാടില്ല. ഷാജാൻക പറഞ്ഞല്ല, തൊപ്പി ആ രീതിയിൽ പറഞ്ഞു എന്നാണ് ഷാജാൻക പറഞ്ഞത്. സോ ഞാൻ ചെക്ക് ചെയ്തിട്ട് തൊപ്പി അങ്ങനെ മലപ്പുറക്കാരെ കാക്കമാര് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാ പറഞ്ഞത്. ഓക്കെ, പക്ഷെ മലപ്പുറക്കാരോട് ഇങ്ങനെ ഷാജാൻക പറയുന്നുണ്ട്, ആ ഒരു ഇത് വേണ്ട, ഫൈറ്റ് ആക്കണ്ട, ഇത് സോൾവ്, അങ്ങനെ എന്തൊക്കെയോ ഷാജാൻക പറയുന്നുണ്ട്. അല്ല, മലപ്പുറക്കാര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രശ്നത്തില് മലപ്പുറക്കാര് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിപ്പോ അതേപോലെ 2 ജില്ലകൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഒന്നല്ല. ഓന്റെ വാപ്പാക്ക് വിളിച്ചു, ഞാനും ഓനും തമ്മിലൊരു പ്രശ്നമാണ്. അല്ലാതെ ഇത് വേറുള്ളൊരു പ്രശ്നം ഞാൻ കണക്കാക്കുന്നില്ല.
എനിക്കിപ്പോ ചിലപ്പോൾ നാളെ എറണാകുളം പോകേണ്ടി വരും, ചിലപ്പോൾ കോഴിക്കോട് പോകേണ്ടി വരും. അത് ഒരു രണ്ട് നാടുകൾ തമ്മിലുള്ള ഒരു അടി, അല്ലെങ്കിൽ ഒരു രണ്ട് നാടുകൾ തമ്മിലൊരു ഇതൊന്നും ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് അവനോട് മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ, വേറെ ആരോട് എന്ത് ദേഷ്യം കാണിക്കണ്ട. അവനല്ല എന്റെ വാപ്പാക്ക് വിളിച്ചത്, അല്ലാതെ എനിക്ക് മൊത്തത്തിൽ മലപ്പുറക്കാരെ മൊത്തത്തിൽ എനിക്ക് ഇതിൽ എടുത്തിട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. ഓക്കെ, ഇപ്പം ഷാജാൻക പറഞ്ഞു ഷാജാൻക ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇപ്പൊ താർ ഇറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് ഷാജാൻക പറഞ്ഞു. വന്നപ്പോഴേ വേറെ വണ്ടിയിലാണ് വന്നത്. അതെ, ഒന്നാമത്തെ കേസ് താറ് ഇറക്കാൻ പറ്റാത്തൊരു പ്രശ്നമല്ല, നമ്മളെ വണ്ടി കാണുമ്പോ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും ഈ വണ്ടി അവന്റെ വണ്ടിയല്ലേ. അത് ആ ഒരു പേര് പോത്ത് എന്നുള്ള ആ ഒരു നെയിം കാണുമ്പോ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ വണ്ടിയിൽ ഒന്നും ഇങ്ങോട്ട് വരാൻ കാരണം. ഓക്കെ, എന്താണ് ഷാജാൻഖാന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്താണ്? എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിപ്പുറം ഫിഷ് മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൺ ഡ്രൈവ് പറഞ്ഞ വർക്ക്ഷോപ്പ് എന്റേതാണ്, അതുപോലെ വൺ ഡ്രൈവ് കാർസ് എന്റേതാണ്. പിന്നെ ദുബായിൽ എനിക്ക് ഷെയറേഴ്സ് ആയിട്ട് ഒരുപാട് ബിസിനസ് വേറെ ഉണ്ട്, നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ബിസിനസ് വേറെ ഉണ്ട്. കുഴപ്പമില്ല. ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ കണ്ടിട്ടല്ല എന്റെ ജീവിതം. ഞാൻ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് ടൈം ഞാനൊരു വർക്ക്ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ പെയിന്റിങ്ങിന്റെ ഇതിന്റെ ഒക്കെ ഒരു വീഡിയോസ് ഇട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് ആളുകൾക്ക് ആ ഒരു ശബ്ദത്തെ പറഞ്ഞാലേ ആ ഒരു വീഡിയോസ് കേറുള്ളൂ. അല്ലാതെ ഞാൻ നമ്മളിപ്പോ സത്യം പറഞ്ഞാല് മമ്മൂട്ടി ഇപ്പൊ എന്തെല്ലാം രീതിയിൽ അഭിനയിക്കുന്നുണ്ടാവും. ചിലപ്പോ പോലീസായിട്ട് അഭിനയിക്കും, ചിലപ്പോ പിച്ചക്കാരനായിട്ട് അഭിനയിക്കും. അത് നമ്മളൊരു അഭിനയം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ അങ്ങനെ ആവൂല. അതാണ് അതിന്റെ സത്യം. ഓക്കെ, മനസ്സിലായി. അപ്പം ഷാജാൻക പിന്നെ ഇപ്പം ഞാൻ കുറച്ച് കമന്റ്സ് കാര്യങ്ങൾ കണ്ടതാണ്. ഷാജാൻക ഇപ്പൊ 1 million ഫോളോവേഴ്സ് ആക്കിയത് ഗീവ് അവേ ത്രൂ ആണല്ലോ കൂടുതലും. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സും കാര്യങ്ങളും ഓഫർ ചെയ്തിട്ടാണ് 1 million ഫോളോവേഴ്സ് ആയത്. സോ കുറച്ച് കമന്റ്സ് വന്നേക്കുന്നു, ഫേക്ക് ഗീവ് അവേ ആണ്, പലതും ഗിഫ്റ്റ് കൊടുത്തില്ല, ചുമ്മാ ഗീവ് അവേ എന്ന് പറഞ്ഞിട്ടിടും എന്നുള്ള രീതിയിൽ. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അതൊക്കെ ആളുകൾ വെറുതെ ഇങ്ങനെ പറയല്ലേ. നമ്മളിപ്പോ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ആളുകൾക്ക് പറയാനുള്ളത് വെറുതെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വെച്ചാൽ ഒരാളിപ്പോ ഇന്നത്തെ ഒരു ഏര ഞാനാണല്ലോ, അപ്പൊ എന്നെ മാക്സിമം പുഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വേറെ പയ്യിലിപ്പോ ഒരു പ്രത്യേകിച്ച് ഇതൊന്നും ഇപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഗിവന്റെ ഫോളോവേഴ്സ് ആണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ വേറെ ഇനിയിപ്പോ ആര് ഗിവന്റെ ഇത് ചെയ്താലും ഈ ഗിവന്റെ ഫോളോവേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കുറഞ്ഞു വരും. അത് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കേസാണ്, എനിക്ക് മാത്രമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം കൂടി നടക്കുമ്പോൾ പിന്നെ ഇപ്പൊ അൺഫോളോ പോലെ ചെയ്യുന്നതിൽ എനിക്കിപ്പോ അതിൽ പോലെ കുറ്റം പറയാനൊന്നുമില്ല. ഒന്നാമത്തെ ഒരു കേസ് ഞാൻ അമ്മാരി തെറിയാണ് ഞാൻ അതിൽ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഓൾറെഡി എല്ലാവരും അൺഫോളോ അടിക്കും. ഞാൻ പോലെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് എന്റെ കൂടെ ഒന്നുണ്ട്, അത് മതി എനിക്കല്ലാതെ വെറുതെ എന്നെ സ്നേഹിക്കാത്ത ഒരാൾ എന്റെ വെറുതെ ഫോളോ ചെയ്തിട്ട് എന്റെ കൂടെ കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് കാര്യമുള്ളത് അതില്? ഒരു കാര്യമില്ല. എന്നെ മനസ്സിലാക്കിയിട്ട് എന്റെ കൂടെ നിൽക്കുന്ന അതിന് ഒരു 50 പേരാണെങ്കിൽ 50 പേര് മതി എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുള്ളൂ. അല്ല കുറെ പേര് അങ്ങനത്തെ കുറെ ആൾക്കാരെ കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പം ഈ തൊപ്പിയും ഷാജാൻകയും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആവാതെ ഇങ്ങനെ നീണ്ടു നിൽക്കുവോ, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ? അല്ലല്ല, ഇത് എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മലപ്പുറക്കാരേറ്റോ മെഹറിനോട് ഞാൻ സോറി ചോദിച്ചു. മലപ്പുറക്കാരേറ്റ് ഒരിക്കലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആരും ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മലപ്പുറക്കാരായിക്കോട്ടെ മെഹറായിക്കോട്ടെ ആര്. പിന്നെ ഞാൻ ഇതിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ തെറി പറഞ്ഞതിന് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കാൻ ഞാൻ റെഡിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ഓക്കെയാണ്, നിങ്ങളെ മക്കളുണ്ടാവും, അതുപോലെ തന്നെ അമ്മ ഉണ്ടാവും, എല്ലാവരും എന്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും പൊട്ടിത്തെറിച്ചിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറിവാക്കുകൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതിന് ഞാൻ താഴ്മയോട് കൂടിയിട്ട് അവരോട് ഞാൻ സോറി ചോദിക്കാൻ ഞാൻ റെഡിയാണ്. സോറി. പക്ഷെ എന്റെ വാപ്പാക്ക് വിളിച്ച് ഞാൻ എന്തായാലും ഞാൻ വിട്ടു. ഇനിയിപ്പോ എങ്ങനെ ആയിക്കോട്ടെ, എന്ത് വന്നാലും എനിക്ക് പ്രശ്നമല്ല. ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഷാജാൻക ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കാൻ ഞാൻ റെഡിയാണ്. ഏത് സഭയിലും ഞാൻ വന്നിട്ട് ഇന്ത്യ സംഭവിച്ച തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ സോറി എന്ന് തന്നെ ഞാൻ പറയും. എനിക്കൊരു പ്രശ്നമില്ല. എന്തപ്പോ നമ്മളിപ്പോ മനുഷ്യന്മാർക്ക് ക്ഷമ എന്നുള്ള സംഭവമാണ് വേണ്ടത് അല്ലെ. പക്ഷെ ആ ഒരു ക്ഷമ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയില്ല.
അതന്നെ ഒരു എടുത്തുചാട്ടുള്ള സ്വഭാവമാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഷാജാൻക്ക, ഇതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം നിങ്ങളുടെ മതത്തിൽ പറയുന്നുണ്ട് തൗബയേക്കാൾ വലിയ പുണ്യമായിട്ടുള്ളത് ഇല്ലെന്നുള്ളത്. എല്ലാം മറന്ന് പഴയ തൊപ്പിയായിരുന്നെങ്കിൽ ഓക്കെ, പക്ഷെ ഇപ്പം നമ്മൾ കണ്ട വേറൊരു തൊപ്പിയായി. അപ്പം നല്ലത് ചെയ്ത ഒരാൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കില്ലേ വേണ്ട, അയാളുടെ വായന എന്ത് വന്നു പോയി അതൊക്കെ ഓക്കെയാണ്. ഞാൻ അങ്ങനെ തൊപ്പിനെ അത്രയും ഒരു വെറുക്കുന്ന ഒരാളെന്നല്ല ഞാൻ. തൊപ്പിന്ന് വെച്ചാൽ തൊപ്പിനെ ഇതിന്റെ മുന്നേ നമ്മളൊരു കേരള യാത്രയിൽ നമ്മളൊരു ഹോട്ടൽ വെച്ചിട്ട് നമ്മൾ കണ്ടിരുന്നു. നമ്മളെ പോണ സമയത്ത് അന്നൊക്കെ കൈയൊക്കെ കൊടുത്ത് ചിരിച്ചൊക്കെ അന്ന് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്താ പറയാ, സ്വന്തം വാപ്പാനെ വിളിച്ച് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെ പ്രതികരിക്കും? എന്തായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, നമ്മളെന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ സ്വന്തം ഇതില് മെയിൻ വിഷയം എന്ന് പറഞ്ഞാല് മരണപ്പെട്ടു പോയൊരു വാപ്പാന്റെ ഒരു ഫീലിംഗ് എനിക്കറിയുള്ളൂ. ആ ഒരു ഫീലിംഗ് ഉള്ളോന് അതിന്റെ വേദന മനസ്സിലാവും. അതിന്റെ മേലെ മരണം വരെ വന്നാലും എനിക്ക് പ്രശ്നമില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ അവന്റെ വീട്ടിലേക്ക് പോകാനുള്ള കാരണം തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും അവന്റെ വീട്ടിൽ പോകണോ, ഇതൊക്കെ എന്ത് ഫേമസ് ആവാനാണ്? അങ്ങനെ ഫേമസ് ആവാനൊന്നുമില്ല. അല്ലെ ഓൾറെഡി ഇപ്പൊ ഫുള്ള് ഇത് കത്തി നിൽക്കുകയാണ്. ഇനി മോന്റെ ഒരു വീട്ടിൽ പോയിട്ട് ഉള്ളൊരു ഫേമസും കൂടി കിട്ടിയിട്ട് എന്ത് കിട്ടാനാ? അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് വരെയില്ല. പക്ഷെ എന്റെ വാപ്പാനെ പറഞ്ഞതിൽ എനിക്കിപ്പോഴും ആ സങ്കടം ഇൻഷാ അല്ലാഹ് ഞാൻ തീർക്കും. ഇപ്പൊ ഷാജാൻക്ക് തൊപ്പിയോട് ക്ഷമിക്കാൻ യാതൊരു ഇതുമില്ല, ക്ഷമിക്കില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഷാജാൻക, ഇത് റിലേറ്റഡ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ? എനിക്ക് തോന്നുന്നു ഓൾറെഡി മെഹറിനെ വിളിച്ച് ക്ഷമ ചോദിച്ചു എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യം. കാരണം ചെയ്ത് തെറ്റാണെന്നുള്ളത് മനസ്സിലായി, തെറി വിളിച്ചത് തെറ്റാണെന്ന് മനസ്സിലായി. പക്ഷെ ഇത് മാത്രം ഷാജാൻക ക്ഷമിക്കില്ലെന്നാണ് പറയുന്നത്. എന്റെ ഒരു മനസ്സിൽ അത്രയും ഒരു വേദനയായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ പറയാ, എന്നെങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. അത്രയും ഒരു വേദനയായിട്ട് ഇങ്ങനെ കിടക്കണത്. സത്യം പറഞ്ഞാല് ഒരു ഉറക്കില്ലായ്മ എന്നൊക്കെ പറയാം. എനിക്ക് എന്റെ ഫോളോവേഴ്സ് കുറഞ്ഞില്ലോ, അല്ലെങ്കിൽ എന്റെ വ്യൂസ് കുറയേ, അല്ലെങ്കിൽ വ്യൂസ് കൂടുകയെ, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ആവുക, അതൊന്നുമല്ല. ഇന്ന് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആയി പോയാൽ എനിക്ക് വിഷയമില്ലാത്ത ആളാണ് ഞാൻ. കുറഞ്ഞ കാലം കൊണ്ട് വന്നതാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും കഞ്ഞുടിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ എനിക്ക്. ഓൻ ഇന്നെങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു വിഷയം മാത്രമാണ് എനിക്കുള്ളത്. നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഞാനിപ്പോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്റെ നാട്ടിലൊക്കെ. അവരൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആളാ. ഇതിന്നെ അറിയുന്ന ഓരോരുത്തരോട് നിങ്ങൾ സംസാരിച്ച് ഞാൻ അറിയാതെ തന്നെ വേണം ഇന്റർവ്യൂ എടുത്തോളൂ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെ വാപ്പാനും ഉമ്മാനും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഭയങ്കര ഫീലാണ്, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് ആ ഒരു മാനസിക അവസ്ഥ വരുമ്പോഴേ നമുക്കത് അതിന്റെ ഒരു കറക്റ്റായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനി ഷാജാൻക്ക് ഇനി ഗീവ് അവേ കാര്യങ്ങളുമായിട്ടൊന്നും വരുന്നില്ല? അല്ല, ഗിവ് അവേ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞില്ലേ, ഈ കേരള യാത്ര ഇപ്പൊ നിർത്തിവെച്ചിരിക്കാണ്. ഞാൻ അതിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത് 14 ജില്ലകളിൽ നമ്മൾ വരും. നമ്മളെ കൊണ്ട് കഴിയുന്ന ഫോണുകളായിക്കോട്ടെ, മൊബൈലുകളായിക്കോട്ടെ, അങ്ങനെല്ലാം അവർക്ക് പിന്നെ കുറച്ച് സ്പോൺസേഴ്സ് കിട്ടിയ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് ഏൽപ്പിക്കണം എന്നുണ്ട് എനിക്ക്. അതുപോലെ തന്നെ നമ്മളെ അനാഥാലയങ്ങള്, ഞങ്ങളിപ്പോ ഒരു 3-4 ഞങ്ങൾ പോയി, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അവരൊക്കെ ഒരു ഹാപ്പിനെസ് കാണുമ്പോ ഇനിയും പോണം എന്നാണ് എന്റെ ആഗ്രഹം. ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ്. എല്ലാം ഉണ്ട് നമുക്ക്. ഷൂ ഉണ്ട്, ഷർട്ട് ഉണ്ട്, പാന്റ് ഉണ്ട്, കാറുണ്ട്, മൊബൈൽ ഉണ്ട്, മറ്റുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മളെ റൂമിൽ AC, കാര്യം എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ഒരു സൗകര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ താഴെയുള്ള വീഡിയോസുകൾ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് വലിയൊരു ചെലവൊന്നും വരുന്നില്ല. പക്ഷെ ആ ഒരു സന്തോഷം, ആ ഒരു ഫീലിങ് ഭയങ്കരമാണ്. ഞങ്ങൾ ഒരു 20 ദിവസത്തോളം ഞങ്ങള് ഇങ്ങനെയായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കിടക്കും, ചിലപ്പോൾ ഞങ്ങൾ ടെന്റിൽ കിടക്കും, ചില ആളുകൾ ചിലപ്പോൾ നമുക്ക് റൂം സ്പോൺസർ ചെയ്യും. അങ്ങനെ 20 ദിവസത്തോളം ഞങ്ങൾ ആ ഒരു പ്ലാനിങ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നെ അങ്ങനെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ്. ഷാജാൻക പിന്നെ ബാക്കി വിഷയങ്ങളിലാണേലും ക്ഷമ ചോദിക്കുന്നു, പറഞ്ഞ തെറ്റായി പോകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ഷാജാൻക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ തൊപ്പിയുടെ കാര്യത്തിൽ മാത്രം ക്ഷമിക്കാൻ റെഡിയാവുന്നില്ല. അതെന്താണ് ഷാജാൻക അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത്? സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ തൊപ്പി ആ ഒരു വീഡിയോസ് കാണുന്ന സമയത്ത് അവന് വേണമെങ്കിൽ ഒരു ഫണ്ണായിട്ട് വേണമെങ്കിൽ അത് എടുത്തുക്കണമെന്നുണ്ടെങ്കിൽ ഞാനത്
അതിനെതിരെ ഒരു വീഡിയോസും കൂടി ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടില്ല. ഞാൻ അങ്ങനെ ഫണ്ണായിട്ട് എത്രയോ പേര് നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും. പക്ഷെ ഇതിനിങ്ങനെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ നിന്നാൽ ഇതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് വേറെ ഒന്നിനും നമുക്ക് സമയം ഉണ്ടാവില്ല. പക്ഷെ അവനതൊരു തമാശയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രതികരിക്കൂലായിരുന്നു. പക്ഷെ അവൻ അതല്ല ചെയ്തത്. അവൻ അപ്പോഴേ എന്റെ തന്തക്ക് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, ഉള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു രൂപത്തിലാവുമ്പോ നമുക്കത് അവന്റെ ഒരു വാക്ക് കേട്ട് നിൽക്കേണ്ട ആവശ്യം. ഞാൻ എന്താ വെച്ചാല് അവനൊന്നല്ലല്ലോ നമുക്ക് ചെലവിന് വരുന്നത്, അവനല്ലല്ലോ. അത് അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു കാരണം. എനിക്ക് പബ്ലിക്കിനോടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഓനും ഞാനും തമ്മിലുള്ള വിഷയം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഓനെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓനെ വിടൂല. എന്ത് ജയിലായിക്കോട്ടെ, ഇനിയിപ്പോ എങ്ങോട്ട് പോകാനും ഞാൻ റെഡി ആയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഞാൻ തെറി പറഞ്ഞു, അത് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഒരുപാട് ഓഡിയൻസ് എനിക്ക് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അമ്മമാരുണ്ടാവും, മക്കളുണ്ടാവും, വൈഫ് എല്ലാവരും ഉണ്ടാവും. അവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് ഓൻ്റെ ഒരു രീതിയിലുള്ളത് ഒരു പെരുമാറ്റം, അത് ഓൻ്റെ രീതിയിൽ തന്നെ ഞാൻ പൊക്കോളാം. പിന്നെ അതിൽ ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയാണ് മെഹറിനോട് ഞാൻ വിളിച്ചാൽ സോറി ഞാൻ ചോദിച്ചിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഓക്കെ, അപ്പൊ എന്തായാലും ഷാജഹാൻ ഖാന്റെ നിലപാടും അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും ഷാജഹാൻ ഖാനോട് ചോദിക്കാനോ ഇതാക്കാനോ ഇല്ല. എന്താണേലും ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. നമ്മളെല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാ. എന്റെ കൊണ്ട് കഴിയണത് ഇനിയിപ്പോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കും ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അനാഥാലയങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടും ഈ ഗിവകളും കാര്യങ്ങളും കൊടുത്തിട്ടൊക്കെ നമ്മളെ കൊണ്ട് കഴിയണൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. പക്ഷെ എന്താ പറയാ, പിന്നെയും ആളുകള് നമ്മളിങ്ങനെ ഈ തൊള്ളട്ട് ഇങ്ങനെ സംസാരിക്കണം. എന്റെ സൗണ്ട് കുറച്ച് കൂടുതലുള്ള ഒരാളാണ്. പക്ഷെ എന്റേത് എന്താ വെച്ചാല് ഞാൻ അങ്ങനെ സൗണ്ട് ഇട്ട് സംസാരിക്കുമ്പോൾ എന്റെ വീഡിയോസ് കേറുന്നുള്ളൂ. അപ്പൊ ആ ഒരു രൂപത്തിൽ സംസാരിക്കുമ്പോൾ ഇപ്പം വെറും കച്ചറയാണ്, ഇപ്പം വെറും ഒരു അലമ്പാണെന്നുള്ളൊരു മൈൻഡാണ് ആളുകൾക്ക് വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ അത് നമ്മള് മനസ്സിലാക്കിയിട്ട് നമ്മളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കും പറയും ഈ എന്നൊരു വ്യക്തി എന്താ. നമുക്കിങ്ങനെ ഒരു സാധനം നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ കാണുമ്പോ സത്യം പറഞ്ഞാൽ എന്തോ സംഭവമാണ്. പക്ഷെ അതിനോട് അടുത്ത് സംസാരിക്കുമ്പോഴേ ആ ഒരു വ്യക്തി എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഓക്കെ, അപ്പം ഷാജഹാൻ ഖാനോട് ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചോദിക്കാനില്ല. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു.